ആദ്യം ഒരു കപ്പ് പച്ചരി കുതിർക്കാൻ വെക്കുക. 4 മണിക്കൂർ ഏകദേശം വെക്കണം. രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. കുതിർന്നതിന് ശേഷം 2-3 തവണ കഴുകി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പച്ചരിയാണ്. അതിലേക്ക് 1/4 കപ്പ് തേങ്ങയും 1/4 കപ്പ് ചോറും 1/2 സ്പൂൺ ഉപ്പും കൂടി മിക്സ് ചെയ്ത് മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പമാവണം വെള്ളം. അതിൻ്റെ മുകളിലായി പോകരുത്. മുകളിലായാൽ മാവ് ലൂസായി പോകും. ഒപ്പം വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു രീതിക്കാണ് മാവ് വേണ്ടത്. നല്ല ടൈറ്റും ആവരുത്, അധികം ലൂസും ആവരുത്. ഇപ്പോഴേക്കും നമുക്ക് അടുപ്പത്ത് ഒരു മൺചട്ടിയും ഒരു ഇരുമ്പ് ചട്ടിയും വെക്കാം. മൺചട്ടിയും ഇരുമ്പ് ചട്ടിയും വെക്കുന്നത് ഓട്ടട ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു കറുപ്പ് കളർ വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് അടിയിൽ ഇരുമ്പ് ചട്ടി വെച്ച് ചൂടായ മൺചട്ടി അതിൻ്റെ മുകളിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഓട്ടട ചുട്ടെടുക്കുന്നത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓട്ടട ചുട്ടും അടിയൊന്നും കരിയാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. രണ്ട് ചട്ടിയും ചൂടായാൽ ഇരുമ്പ് ചട്ടിൻ്റെ മുകളിൽ മൺചട്ടി വെച്ച് അതിലേക്ക് ഓരോ തവി മാവ് ഒഴിക്കുക. എന്നിട്ട് ഹോള് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായി ഹോളൊക്കെ വന്നാൽ ഒരു മൂടി വെച്ച് മൂടാം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഓട്ടട റെഡിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓട്ടട കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള മാവും ഓരോ തവി മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം. എല്ലാവരും ചുട്ടതിന് ശേഷം അതിൻ്റെ അടിയൊന്നും കരിയാതെ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്.